ചിലപ്പോൾ ഒരു ഇൻസിഡൻറ്റിൽ പെട്ടുപോയൊരു വ്യക്തിയായിരിക്കും. അയാളെ നമുക്ക് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അയാളുടെ റൈറ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ തീരണം. കൊലപാതകയെ രക്ഷിക്കാൻ നമ്മൾ കൊലപാതകം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഈ സാഹചര്യം ഇതിലേക്ക് പോകുന്നത്? അപ്പം നമ്മൾ ലീഗൽ എഡ്യൂക്കേഷനിൽ ഇപ്പം പ്രത്യേകിച്ച് 5 ഇയർ കോഴ്സുകളിൽ ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പ് മെയിനായിട്ട് പറയുന്നത് മുഴുവൻ ഓഫീസുകളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടാവും. അതെങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്നു, ചൈൽഡിന് ഈ റൈറ്റ് കിട്ടുന്നുണ്ടോ, അതോ ചെയർമാനും മെമ്പർമാർക്കും ഈ മാസം ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ മാത്രമുള്ളതാണോ? ഇനി അഥവാ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഒരു ഓർഡർ ഇട്ടാൽ അത് ഇംപ്ലിമെൻറ്റഡ് ആവുന്നുണ്ടോ? ഒരു ഓർഡർ ഇട്ടാൽ അത് നടപ്പിലാവണമല്ലോ, അത് നടപ്പിലാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു നിയമവിദ്യാഭ്യാസത്തിന് കൂടെ കിട്ടേണ്ട കുറേ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഇതൊന്നും ഇല്ലാതെ LLB പാസ്സാവും. പക്ഷെ അങ്ങനെ പാസ്സായി നിങ്ങൾ ഫീൽഡിൽ വന്നാലുള്ള പ്രശ്നമല്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്യും, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. നിങ്ങളുടെ സീനിയർ ഒരു മിടുക്കനായ സീനിയറായിരിക്കും, അയാളൊരു നാളെ ഒരു കേസ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടെന്ന് പോകാൻ പറയും. അപ്പം അല്ലെങ്കിൽ ആ ഓഫീസിൽ 10-15 ജൂനിയേഴ്സ് ഉണ്ട്, ഈ കേസ് മാറ്റി ഇട്ടിരിക്കും. ഇതൊക്കെ സീൽ കേസല്ലേ, എന്തിനു പോകണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള വക്കീലന്മാർ മാറി നിൽക്കുമ്പോൾ ഈ കേസ് ഞാൻ നടത്താമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ഗുണം അന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തന്നല്ല, ഇതൊരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സാണ്. ഈ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിക്കുമ്പോഴാണ് ഈ ഡിവിഷൻ ഓഫ് പവർ വരുന്നത്. എക്സിക്യൂട്ടീവ് എന്താണ്, ജുഡീഷ്യറി എന്താണ്, ലെജിസ്ലേച്ചർ എന്താണെന്നൊക്കെയുള്ള ആ ഡിവിഷൻ വരുന്നത് ആ സമയം. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്? താമസിച്ച ക്ലാസ് വരുള്ളൂ, കുഴപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളതിന് അറിയണമെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ് എന്താണെന്ന് അറിയണം, എന്താണ് ജുഡീഷ്യറി എന്താണെന്ന് അറിയണം, എന്താണ് ലെജിസ്ലേച്ചർ എന്താണെന്ന് അറിയണം. ലെജിസ്ലേച്ചർ എന്താണെന്ന് അറിഞ്ഞാലേ ഓപ്പോസിഷൻ ലീഡറുടെ അല്ലെങ്കിൽ ഷാഡോ ക്യാബിനറ്റ് ലീഡ് ചെയ്യുന്ന ഓപ്പോസിഷൻ ലീഡറുടെ റോൾ എന്താണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് കഴിഞ്ഞാൽ പോലും നിയമസഭകളിൽ വരിക, സഭയുടെ ഗാലറി ഇരിക്കുക, ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് കംപ്ലീറ്റ്, ഒരു നിയമം എങ്ങനെയാണ് പാസ്സാകുന്നത്, അല്ലെങ്കിൽ അവിടെ അന്നത്തെ ക്വസ്റ്റ്യൻ അവർ എന്താണ്, അല്ലെങ്കിൽ സബ്മിഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ അടിയന്തര പ്രമേയം അതെന്താണ്, അല്ലെങ്കിൽ വോക്കൗട്ട് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതുപോലെ റൂളിങ്സ് എന്താണ്, സ്പീക്കറുടെ പൊസിഷൻ എന്താണ്, സഭയിൽ ഒരു ബില്ല് എങ്ങനെ പാസ്സാവും, എന്താണ് ഫസ്റ്റ് റീഡിങ്, എന്താണ് സെക്കൻഡ് റീഡിങ്, എന്താണ് തേർഡ് റീഡിങ്, എന്താണ് വോട്ടിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ലോ സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പഴയ നിയമസഭാ പ്രൊസീഡിങ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ലൈബ്രറിയിൽ പറ്റി റിക്വസ്റ്റ് കൊടുത്താൽ വല്ലപ്പോഴൊക്കെ കയറി നോക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം നിയമമില്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. പ്രതിപക്ഷ നേതാവിന് ആരെയും വിളിച്ച് ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ അധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ഭയങ്കരധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ലെജിസ്ലേച്ചറിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ സാറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയത്, സാറിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ മതി. സാറ് LLB LLM കഴിഞ്ഞൊരു അഭിഭാഷകനായി നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു വക്കീലാണ്. പിന്നെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് മാത്രം സഭയിൽ അവതരിപ്പിക്കുക, ഇങ്ങനെ ബ്ലഫിയല്ല, എന്തെങ്കിലും പറഞ്ഞ് ബ്ലഫ് ചെയ്യാൻ വേണ്ടിയില്ല, പറയുന്നത് വളരെ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് പറയുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും. നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഈ മിക്കവാറുമുള്ള ഓഫീസുകളിൽ ഓഫീസ് ഈ അംഗപരിമിതർക്ക് ഫ്രണ്ട്ലി ആക്കണമെന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. റാമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാത്റൂംസിലൊക്കെ പോകാതെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പുതിയ നിയമങ്ങളൊക്കെ വന്നു. പക്ഷേ ഇതിന് ആദ്യമായിട്ടൊരു മൂവ് ഉണ്ടാക്കിയത് സാറിൻ്റെ ഒരു പ്രൈവറ്റ് ബില്ലാണ്, അല്ലേ? പ്രൈവറ്റ് ബില്ലല്ലേ? ഒരു സബ്മിഷൻ, സാറിൻ്റെ ഒരു സബ്മിഷനാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയത്. ഇതിൻ്റെ ഒരു ആവശ്യകത, ഒരു MLA എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരാൾക്ക് സമൂഹത്തിൽ നിരവധി വിഷയങ്ങളുണ്ടാകും. അതെല്ലാം ഒരു ബില്ലൊക്കെ ഉണ്ടാകുന്നതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ സോഴ്സസ് ഉള്ളപ്പം തന്നെ നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകൾ ഒരു സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് ഒരു 20 കൊല്ലം മുമ്പ് റോഡിൽ കൂടി പരസ്യം
അടൂർ ടൗണിൽ തന്നെ. നിങ്ങൾ എത്ര പേരുണ്ട് ശരിക്കും? എല്ലാവരും വന്നില്ല അല്ലേ? ആരാ നിങ്ങൾ പഠിക്കുന്നതല്ലേ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ്? ഏത് ഇയറാണ് എല്ലാവരും? ഏത് സെമ്മ? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടില്ല അല്ലേ? ആയില്ല അല്ലേ? ആ ഫൈനൽ ഇയറല്ലേ? തേർഡ് ഇയർ ഫോർത്ത് ഇയർ. എക്സിക്യൂട്ടീവ് ലോ മേക്കിംഗ് ആണ് ലെജിസ്ലേച്ചറിൻ്റെ ജോലി. പാർലമെൻ്റ് ഉണ്ട്, പിന്നെ പാർലമെൻറ്റിൽ അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ട്, രാജ്യസഭയും. പിന്നെ അതിൻ്റെ ഇലക്ഷൻ്റെ അറിയില്ല. മറ്റത് ഡയറക്റ്റ് ഇലക്ഷൻ ലോകസഭയിലേക്കുള്ളത്. രാജ്യസഭയിലേക്കുള്ളത് സ്റ്റേറ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് വെച്ചുള്ള ഇലക്ഷൻ. ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടകത്തിലൊക്കെ അപ്പർ ഹൗസ് ഉണ്ട്, വിധാൻ സഭയുണ്ട്, MLC മാരുണ്ട്. കേരളത്തിലില്ല, കാരണം എല്ലാ സ്റ്റേറ്റിലും ഇല്ല. അത് ചില സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് MLA മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതറിയാം, ആ സിസ്റ്റം അറിയാമല്ലോ ലെജിസ്ലേച്ചറിൻ്റെ. ലോ മേക്കിങ്ങിൽ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്താ? രണ്ടു കൂട്ടർക്കും ചെയ്യാം. സബ്ജക്റ്റാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂളിൽ. യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മളാണ്. കൺകറൻറ്റ് ലിസ്റ്റ് രണ്ട് ഇതിനും ചെയ്യാം. അപ്പോൾ അതാണ് ലോ മേക്കിംഗ് പ്രോസസ്സാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ് ഉണ്ട് ലെജിസ്ലേച്ചറിന് എന്നുള്ള വാക്കുകളില്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിനൊരു പ്രൊവിഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. ബജറ്റ് എന്നുള്ളത് ആളുകൾ പറയുന്നതാണ്. ഇത് കഴിഞ്ഞ ആ ഫിനാൻഷ്യൽ ഇയറിലെ വരവും ചെലവും കാണിക്കുക. ഇൻകം, റവന്യൂ എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ് എന്ന് കാണിക്കുക. പിന്നെ വരാനിരിക്കുന്ന വർഷത്തിലെ, ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ വരാനിരിക്കുന്ന വർഷത്തിലെ എസ്റ്റിമേറ്റാണ്. എത്ര രൂപ, ഒരു ഗസ്സാണ്, ഗസ്സല്ല, ഒരു കണക്ക് വെച്ചിട്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തിൻ്റെ 10% കൂടുതലുണ്ടാവും. അപ്പോൾ റവന്യൂ വരുമാനം വർദ്ധിക്കും, അതൊരു എസ്റ്റിമേറ്റ് ആണല്ലോ. അതേപോലെ അടുത്ത വർഷത്തെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അത് എസ്റ്റിമേറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റവന്യൂവിൻ്റെ എക്സ്പെൻഡിച്ചറും വരാനിരിക്കുന്ന വർഷത്തിലെ റവന്യൂവിൻ്റെ എക്സ്പെൻഡിച്ചറും, അത് എസ്റ്റിമേറ്റ്. ഇത് രണ്ടും ഉണ്ടാവും. അതാണ് ആ ബഡ്ജറ്റ്. അത് ബഡ്ജറ്റ് പോയിട്ട് ഹൗസിൽ ഓരോന്നിനും സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ട്. ആ സബ്ജക്റ്റ് കമ്മിറ്റി സ്ക്രൂട്ടിനി ചെയ്യും, MLA മാരുടെ തന്നെ കമ്മിറ്റികൾ. എന്നിട്ട് അവർ റിപ്പോർട്ട് സഹിതം വീണ്ടും ഹൗസിൽ വരും. എന്നിട്ടാണ് നമ്മൾ ഓരോന്നിനും ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചിലവാക്കാൻ ഹൗസിൻ്റെ അനുവാദം വേണം. ഡിമാൻഡ് ഇത്രയും പൈസ അനുവദിക്കാൻ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് എത്ര രൂപ അനുവദിച്ചു, ആരോഗ്യ വകുപ്പിന് എത്ര രൂപ അനുവദിച്ചു, കൃഷി വകുപ്പിന് എത്ര രൂപ അനുവദിച്ചു. അത് അനുവാദം കൊടുക്കേണ്ടത്, ഈ പൈസ തുക അനുവദിക്കേണ്ടത് ഹൗസാണ്, ലെജിസ്ലേച്ചറാണ്. പാർലമെൻറ്റിൽ അങ്ങനെയാണ്, നിയമസഭയിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ധനവിനിയോഗമാണ്. ഈ ഇവിടെ പാസ്സാക്കിയ പണം അലോക്കേറ്റ് ചെയ്ത, ഓരോ വകുപ്പിനും അലോക്കേറ്റ് ചെയ്തേക്കുന്ന പണം ചെലവഴിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസാണ് ഹൗസ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇത് ചെലവഴിക്കാൻ പാടുള്ളൂ. ഹൗസിൻ്റെ മുമ്പിൽ ഡിമാൻഡ് വരണം, ആദ്യം ബജറ്റായിട്ട് അവതരിപ്പിക്കണം, ബജറ്റ് സബ്ജക്റ്റ് കമ്മിറ്റി സ്ക്രൂട്ടിനി ചെയ്യണം, തിരിച്ച് ഹൗസിൽ വരണം. ഹൗസ് ഓരോന്നിനുമുള്ള ആവശ്യം എത്ര കോടി രൂപ ഓരോ വകുപ്പിനും വേണം. ഓരോ ഹെഡുണ്ട്, ചില ഹെഡൊക്കെ ഒരുമിച്ചായിരിക്കും ചില വകുപ്പുകളിൽ. അത് നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ പരിശോധിച്ചവർ പറഞ്ഞു തരും, ഓരോ ഹെഡ് കാണിച്ചു തരും. ആ ഹെഡ് ഈ ഇതിൽ പോകുന്നതാണ്, നമ്മൾ ആ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകുന്നതാണ്. എന്നിട്ട് അനുവദിക്കും, പൈസ അനുവദിക്കും അടുത്ത വർഷം ചിലവാക്കാൻ. അതൊക്കെ ഒരു ആദ്യത്തെ മാസങ്ങളിൽ നടക്കും, ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ. എന്നിട്ടാണ് പിന്നെ അത് ചിലവഴിക്കുന്നത്, ബജറ്റ് ഇത് ചിലവഴിക്കുന്നത്. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഒന്ന്, ലോ മേക്കിംഗ് വേറൊന്ന്. ഞാൻ പറഞ്ഞില്ല, ലോ മേക്കിങ്ങിൻ്റെ നിങ്ങൾക്കറിയാം, ആദ്യം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇത് നോക്കിയിട്ട് നമുക്ക് സബ്ജക്റ്റ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റാണോ കൺകറൻറ്റ് ലിസ്റ്റാണോ. കൺകറൻറ്റ് ലിസ്റ്റാണെങ്കിലും പെർമിഷൻ വേണം.
എന്നിട്ട് നമ്മളിത് പബ്ലിക്കേഷൻ ഓഫ് ദ ബില്ലാണ് ആദ്യത്തെ പ്രൊസീജിയർ. ബില്ല് പബ്ലിക്കേഷൻ കേരളത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്ന സംഭവം. പാർലമെൻറ്റിലൊക്കെ ഇപ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ബില്ല് പബ്ലിഷ് ചെയ്ത് ബില്ലൊരു ചർച്ച ചെയ്തതിന് ശേഷം ഫസ്റ്റ് റീഡിങ്ങിന് വരും. 3 വായനയുണ്ട്. അത് കേട്ടില്ലേ? ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് 3 റൗണ്ട് ഹൗസിൽ വേണം. ഈ ബില്ല് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് റീഡിങ് എന്ന് പറഞ്ഞൊരു ചർച്ച നടക്കും. എതിർക്കും, ഒപ്പോസിഷൻ എതിർക്കും, ഭൂരിപക്ഷം കൊണ്ട് പാസ്സാകും. പാസ്സായി കഴിഞ്ഞതിന് ശേഷം തേർഡ് റീഡിങ് ഉണ്ട്. ഫോർമലാണ് സത്യത്തിൽ. തേർഡ് റീഡിങ് എന്ന് പറയുന്നത് പിന്നെ ബില്ലിനെ കുറിച്ചല്ല ചർച്ച. ഈ ബില്ല് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, നടപ്പാക്കുമ്പോൾ ഉള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ സമയത്ത്. ഇങ്ങനെ 3 റീഡിങ് കഴിഞ്ഞിട്ടാണ് ഈ ബില്ല് പാസ്സാകുന്നത്. ബില്ല് പാസ്സായി കഴിഞ്ഞിട്ട് ഗവർണറുടെ ഇതിലേക്ക് അയക്കും. അസൻറ്റ് വേണം. ചില കേസിൽ പ്രസിഡൻറ്റിന് അയക്കേണ്ടി വരും, ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പോൾ അവരുടെ അസൻറ്റ് കിട്ടി തിരിച്ചു വന്നാലാണ്, അത് കിട്ടിക്കഴിയുമ്പോഴാണ് ആക്റ്റ് ആവുന്നത്, ബില്ല് ആക്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആക്റ്റൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരു ബില്ല് അവതരിപ്പിച്ച് പാർലമെൻറ്റിലോ നിയമസഭയിലോ ബില്ല് അവതരിപ്പിച്ച് ഈ 3 റീഡിങ്ങും കഴിഞ്ഞ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഗവർണറോ അസൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ആക്റ്റ് ആവുന്നത്. ഈ പ്രൊസീജിയറാണ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജോലി. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ, പണം ചിലവാക്കാനുള്ള ബജറ്റ് അവതരണവും ബജറ്റിൻ്റെ സാങ്ഷനും അതിൻ്റെ നടപടിക്രമങ്ങളും. പിന്നെ ഇനി വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈസ ഇപ്പോൾ 1000 കോടി രൂപ ഹെൽത്തിന് വെച്ച് 1100 കോടി രൂപ ചിലവായി. അപ്പോൾ സപ്ലിമെൻ്ററി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഹൗസിൽ കൊണ്ടുവന്ന് ഈ അധികം ചിലവായ പണം ത്തിനുള്ള അനുമതി മേടിക്കണം. അങ്ങനെയൊക്കെയല്ല, അത്ര ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങളെപ്പോഴും മനസ്സിൽ സിമ്പിളായിട്ട് വിചാരിക്കേണ്ടത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയർ, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ് തീർക്കണം. അതെന്തൊക്കെയാണ് ഹൗസിൻ്റെ എന്ന് ഒരു വശത്ത് പഠിക്കുക. 2 വശത്ത് ലെജിസ്ലേറ്റീവ് പ്രോസസ്സ്, നിയമനിർമ്മാണം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു 3ാമത്തെ കാര്യം ഞാൻ ജനറലായിട്ട് പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇവർ പറഞ്ഞു തരും കംപ്ലീറ്റ്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും ഹൗസിൽ. പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭയിലാണ് ചോദ്യമൊക്കെ നേരത്തെ എഴുതി കൊടുക്കണം. ഈ സബ്ജക്റ്റ് ഇന്ന ദിവസം വരും, ആഭ്യന്തര വകുപ്പ്, അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ എഴുതി കൊടുക്കുക. ആ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റ്യനും അൺസ്റ്റാർഡ് എന്നും പറഞ്ഞു വരും. 2നും നമുക്ക് ഉത്തരം കിട്ടും. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഹൗസിൽ വരും, അതിൽ കുറേ എണ്ണമെങ്കിലും ഹൗസിൽ ചർച്ച ചെയ്യും. അതാണ് നമ്മളൊക്കെ എഴുന്നേറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം മന്ത്രി മറുപടി പറയണം. മറുപടി പറഞ്ഞിട്ടാണ് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. പിന്നെ അതുമ്പോൾ ഉപചോദ്യങ്ങൾ ചോദിക്കുക. വേറെ MLA-മാർക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് സ്പീക്കർ അനുവദിക്കുന്നത് പോലെ ചോദിക്കുക. നിങ്ങൾ ഹൗസ് വന്ന് കാണുമ്പോൾ, ചോദ്യോത്തരവേള വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചോദ്യോത്തരവേള കഴിഞ്ഞാൽ ശരിക്കും പിന്നെ 0 അവർ എന്ന് പറയും. അതായത് ശരിക്കായുള്ള ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ഉണ്ട്, നേരത്തെ ഷെഡ്യൂൾ ചെയ്തേക്കണം. അത് തുടങ്ങുന്നതിന് മുമ്പാണ് 0 അവർ. ആ 0 അവറാണ് സാധാരണ പ്രതിപക്ഷം അഡ്ജേൺമെൻറ്റ് മോഷൻ കൊണ്ട്. അഡ്ജേൺമെൻറ്റ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വിഷയം കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ഒരു പോലീസ് അതിക്രമം ഉണ്ടായി തിരുവനന്തപുരത്ത്. ആ പോലീസ് അതിക്രമം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. അതാണ് അഡ്ജേൺമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നടപടികളെല്ലാം നിർത്തിവെച്ച് നമ്മൾ കൊടുക്കുന്ന ഈ റെസൊല്യൂഷൻ, ഈ പ്രമേയം ചർച്ച ചെയ്യണം, ആണ് അഡ്ജേൺ ചെയ്യണമെന്നാണ്. ഹൗസിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം അഡ്ജേൺ ചെയ്തിട്ട് നീട്ടി വെച്ചിട്ട് ഇത് ചർച്ച ചെയ്യണം. അപ്പോൾ അതിനാദ്യം ഒരു മന്ത്രി മറുപടി പറയും, പിന്നെ ഇത് നോട്ടീസ് കൊടുത്തേക്കുന്ന ആൾ സംസാരിക്കും, എന്നിട്ട് വീണ്ടും മന്ത്രി മറുപടി പറയും. അപ്പോൾ ചിലപ്പോൾ ചർച്ച ചെയ്യും, 2 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്യും. ചിലപ്പോൾ മിക്കവാറും ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല. ഇത് തന്നെ ചർച്ച ചെയ്യണമല്ല. മന്ത്രി 2 പ്രാവശ്യം പറഞ്ഞു, നോട്ടീസ് കൊടുത്തേക്കുന്ന ഒരാൾ 1 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ സ്പീക്കർ പറയും മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഒരു ചാൻസ് ഉണ്ട് പ്രതിപക്ഷ നേതാവിന് വാക്കൗട്ട് പ്രസംഗം നടത്താം. പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല, കക്ഷി നേതാക്കന്മാർക്ക്, അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇതൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. വാക്കൗട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സിംബോളിക്, നേരെ വീട്ടിൽ പോവല്ല. ഒരു 2 മിനിറ്റ് വാക്കൗട്ട് ചെയ്ത് പോയി പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത പ്രൊസീഡിങ്ങിൽ പങ്കെടുക്കും.
എപ്പോഴും ആളുകളുടെ വിചാരം വാക്കൗട്ട് എടുത്ത് നേരം നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ്. അത് സിംബോളിക്കാണ്, നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റ് രജിസ്ട്രിയാണ് ഹൗസിൽ. പിന്നെ ഇടയ്ക്ക് സ്തംഭിപ്പിക്കും പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ, അത് പിന്നെ നടക്കില്ല, പിരിച്ചുവിടും, വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അതൊക്കെ റെയറായിട്ടാണ് കേരളത്തിൽ നടക്കും. മറ്റത് വാക്കൗട്ടാണ്, മിക്കവാറും എല്ലാ ദിവസവും വാക്കൗട്ട് ഉണ്ടാവും. ചില ആളുകൾ വിചാരിച്ചേക്കണത് ഇത് വാക്കൗട്ട് നടത്തി പോകാമെന്നാണ്, അതല്ല. തിരിച്ചാൽ നിങ്ങൾ പ്രൊസീഡിങ്സ് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ കോളിംഗ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം ഈ ഭരണഘടന അനുസരിച്ച് റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ ബുക്ക് ഇത് കൊടുക്കണം. റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്നൊരു ബുക്കാണ്. പാർലമെൻറ്റിനുണ്ട്, അസംബ്ലിയിലുണ്ട്. സ്പീക്കറുടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇലക്ഷൻ എങ്ങനെയാണ്, അസംബ്ലിയുടെ സിറ്റിങ്, പിന്നെ എല്ലാ വർഷവും തുടങ്ങുമ്പോൾ ഗവർണർ അഡ്രസ് ചെയ്യണം. ഒരു വർഷം തുടങ്ങുമ്പോൾ, ഒരു ആനുവൽ ഇയർ, ഫിനാൻഷ്യൽ ഇയർ അല്ല, ഒരു ഇയർ തുടങ്ങും, ആനുവൽ ഇയർ ജനുവരി തുടങ്ങിയിട്ട് ആദ്യം ഹൗസ് കൂടുന്ന ദിവസം ഗവർണറുടെ അഡ്രസ്സ് ഉണ്ട്. ഗവർണർ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? മൈ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. എൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, നയപ്രഖ്യാപനമാണ്, പോളിസി ഡിക്ലറേഷനാണ്. അത് ചെയ്തിട്ട് അതുമ്പോൾ ഡിസ്കഷൻ ഉണ്ട്, എന്നിട്ട് അത് പാസ്സാക്കലൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ക്വസ്റ്റിനെ കുറിച്ചുള്ള ഇതുണ്ട്, ഇങ്ങനെ ഓരോ കാര്യം. അപ്പോൾ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് കോളിംഗ് അറ്റൻഷൻ നമുക്കിവിടെ 2 പേർക്കാണ് കൊടുക്കുന്നത്. ഒരാൾ ഭരണകക്ഷിയിലെ ഒരാളാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാം, മന്ത്രി അതിന് മറുപടി പറയും. അത് 2 പേർക്കേ എഴുത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ 8 പേർക്കാണ് സബ്മിഷൻ. ആ സബ്മിഷൻ ഉണ്ട്, 304 ഉണ്ട്. ആ സബ്മിഷൻ ഒരു വിഷയം 2 മിനിറ്റേ പറയാൻ പാടുള്ളൂ. വിളിച്ചിട്ട് ഒരു വിഷയം പറഞ്ഞു, മന്ത്രി അതിന് മറുപടി പറഞ്ഞു. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പാലം പണി മുടങ്ങി കിടക്കണമാകാം, അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ ആവശ്യമാകാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിലാവും. അതിനെല്ലാത്തിനും ഓരോ പ്രൊവിഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് സബ്മിഷൻ എന്താണ്, കോളിംഗ് അറ്റൻഷൻ എന്താണ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് മുഴുവനായിട്ട്. പിന്നെ ലെജിസ്ലേഷൻ ചാപ്റ്റർ 14 ആണ്. എങ്ങനെയാണ് അത് കണ്ട ആദ്യം എഴുതിയേക്കുന്ന സെക്ഷൻ 69 പബ്ലിക്കേഷൻ ഓഫ് ബിൽസ് ബിഫോർ ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ബില്ല് ആദ്യം പബ്ലിഷ് ചെയ്യുക, പിന്നെ സർക്കുലേറ്റ് ചെയ്യുക, പിന്നെ ആ ബില്ലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ പഠിച്ചോളൂ. ബില്ലിന് ഇങ്ങനെ ടൈറ്റിൽ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അത്ര ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതൊക്കെ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. പിന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ ആക്റ്റ് ആയി കഴിയുമ്പോൾ ആക്റ്റ് ഹൗസ് പാസ്സാക്കണം. പിന്നെ റൂൾസ് ഉണ്ട്. നിങ്ങൾ ഓരോ ആക്റ്റും പഠിക്കുമ്പോൾ ഇല്ലേ ആക്ട് റൂൾസ് ഉദ്യോഗസ്ഥരുണ്ടാക്കുന്നതാണ്. ഈ ആക്റ്റിന് കൺസിസ്റ്റൻ്റായിട്ട് റൂൾ ഉണ്ടാക്കാൻ പറ്റും. ആക്റ്റിലെ പ്രൊവിഷന് വിരുദ്ധമായിട്ട് റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആ റൂളെന്ന് വെച്ചാൽ ഈ ആക്ട് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ്. അത് ഈ ആക്റ്റിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ടാവും. നമ്മൾ ഈ ബില്ല് പാസ്സാകുമ്പോൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞത്, അത് താഴെ റൂൾ ഉണ്ടാക്കാനുള്ള അധികാരം ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ആക്റ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും ബില്ല്, ഈ റൂൾ ഉണ്ടാക്കാനുള്ള അധികാരം. എന്നിട്ട് ആ റൂൾ ഉണ്ടാക്കിയിട്ട് റൂള് പ്ലേസ് ചെയ്യണം ഹൗസിൽ. റൂൾ അങ്ങനെ തന്നെ നേരെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാർക്ക്. ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന റൂള് നമ്മളല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളുണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റൂൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ റൂൾ അങ്ങനെ വയ്ക്കുമ്പോൾ പറയും ദിസ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ആക്ടിലെ പ്രൊവിഷന് എതിരായിട്ട് നിങ്ങൾ റൂൾ ഉണ്ടാക്കി വെച്ചേക്കുവാണ്, അപ്പോൾ റൂൾ തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമെൻമെൻറ്റ് കൊടുക്കാം. ആ അമെൻമെൻറ്റ് കൂടി കൂട്ടിയിട്ടാണ് റൂൾ വരുന്നത്. ആക്റ്റും റൂളും വന്നു കഴിയുമ്പോഴാണ് ഇത് ഫുൾ സ്റ്റേക്ക്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. ഗവൺമെൻറ് ആക്റ്റാണ് ആദ്യത്തെ നമ്പർ 1 കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ കീഴെയാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചാണ് നമ്മളൊരു ആക്ട് ഉണ്ടാക്കുന്നത്. ആക്റ്റാണ് അടുത്ത പവർഫുൾ സാധനം. ആക്ടിനേക്കാൾ വലുതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആക്ട് കഴിഞ്ഞ അടുത്ത ആൾ റൂൾസാണ്. ഈ ആക്റ്റും റൂൾസ് അനുസരിച്ച് ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂ ചെയ്യുക. ഗവൺമെൻറ് ഓർഡർ 4ാം സ്ഥാനത്താണ്. ഭരണഘടന, ആക്ട്, റൂള്, ഗവൺമെൻറ് ഓർഡർ. മനസ്സിലായി? അങ്ങനെയാണ് ഒരു ചെയ്യണം. ഇതനുസരിച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ
ഈ പാസ്സായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലെജിസ്ലേച്ചർ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യലാണ് എക്സിക്യൂട്ടീവ്. പിന്നെ ജുഡീഷ്യറി അറിയാമല്ലോ സിസ്റ്റം, സുപ്രീം കോടതി സിസ്റ്റം, അവർക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താം. ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ ഒരാളുടെ കേസ് കൊടുത്തു. ഇത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും വലുത്. ഞാൻ പറയില്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പോൾ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അത് അന്തിമമല്ല. ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും സുപ്രീം കോടതിക്കുണ്ട്. ഇവിടെ ഒരു നിയമം നമ്മൾ പാസ്സാക്കിയ ഹൈക്കോടതിക്ക് അത് റിവ്യൂ ചെയ്യാം. ജുഡീഷ്യൽ റിവ്യൂ അധികാരമുണ്ട്. അപ്പോൾ കോടതിക്ക് അതിൻ്റെ മീതെ ഒരു ഇതുണ്ട്, നമ്മളത് തെറ്റിച്ചിട്ടുണ്ടാകും. പിന്നെ നമ്മൾ പറയും ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അടിസ്ഥാന തത്വങ്ങളുണ്ട്, അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ബില്ലുണ്ടാക്കും. ഇപ്പോൾ ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുണ്ട് സെക്യുലറാണെന്ന്. സെക്യുലർ അല്ലാത്തൊരു തീരുമാനം ഇതിനകത്ത് ഒരു നമുക്ക് ഭൂരിപക്ഷമുണ്ട്. കേരളത്തിൽ 140 സീറ്റിൽ 120 സീറ്റ് നമ്മളെയാണ്, 20 സീറ്റുകളിൽ പ്രതിപക്ഷമുള്ളൂ. അപ്പോൾ നമ്മളൊരു പാസ്സാക്കുകയാണ്, ഏതെങ്കിലും ഒരു ജാതി മതവിഭാഗത്തിനെതിരായിട്ട് നമ്മളൊരു നിയമം പാസ്സാക്കി. സെക്യുലറാണ്, ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്. ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെയോ ജാതിക്കെതിരെയോ നമുക്കൊരു നിയമം പാസ്സാക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുകയും കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും അസംബ്ലിക്കകത്ത് എന്താണ് നടക്കുന്നത് എന്ന്, എന്ത് അധികാരമാണ് ഉള്ളത്, എന്തെല്ലാം. അപ്പം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് എൻ്റെ ഒരു അതർ സൈഡാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഒരു പൊതു ഫോക്കസിലില്ല. ഇപ്പോൾ നമ്മൾ ആശാവർക്കർമാരുടെ സമരം നടന്നു, ഇപ്പോൾ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഇപ്പോൾ ഞങ്ങൾ ഇതാണ് ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി മുഴുവൻ ഇതാണ്, അവർക്ക് കിട്ടുന്ന ശമ്പളം തുച്ഛമാണ്, നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഹൗസൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ഇതായിട്ട്. പിന്നെ ഈ പഴയ പ്രസംഗങ്ങളുണ്ട്, പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ്. പിന്നെ പ്രീസിഡൻസ് എന്ന് പറയും. ഈ നിയമവും ഇത് ഭരണഘടന, റൂൾസ് ഓഫ് പ്രൊസീജിയർ, ഇതെല്ലാം ഇതിൻ്റെ പ്രീസിഡൻസ് ഉണ്ട്. എന്നുവെച്ചാൽ പണ്ടൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് സ്പീക്കർമാർ കൊടുത്തേക്കുന്ന റൂളിംഗ് ഉണ്ട്. ആ റൂളിങ്ങും ഒരു ഘടകമാണ്, വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഭരണഘടന, സെക്കൻഡ് റൂൾസ് ഓഫ് പ്രൊസീജിയർ, സഭയുടെ നടപടിക്രമങ്ങളാണ് ഞാൻ പറഞ്ഞത്. നടപടിക്രമങ്ങൾ 3 സ്പീക്കർമാർ പണ്ടുണ്ടാക്കിയിരിക്കുന്ന റൂൾ. ഇപ്പം നമ്മൾ ആദ്യത്തെ പാർലമെൻറ്റിലെ സ്പീക്കർ ആരായിരുന്നു? പ്രധാനമന്ത്രി ഇയാളായിരുന്ന സമയത്ത്, ജവഹർലാൽ നെഹ്റു ആയിരുന്ന സമയത്ത് മാവുലങ്കർ. അപ്പോൾ മാവുലങ്കർ ഒരുപാട് റൂളിങ്സ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താ, അതിനുമുമ്പ് പ്രസിഡൻ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ മദർ പാർലമെൻറ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പ്രിവി കൗൺസിലിൽ ഒക്കെ ഉണ്ടായ ചില തീരുമാനങ്ങളെ അനുസരിച്ചുകൊണ്ട് ഈ പ്രൊസീജിയർ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. അങ്ങനെ സ്പീക്കർമാരുടെ റൂളിങ്ങൾ, പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ എല്ലാം കൂടി ഷാക്ദർ ആൻഡ് കൗൾ എന്ന് പറയും, 2 പേരുടെ പേരാണ്. ഷാക്ദർ ആൻഡ് കൗൾ എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ പ്രൊസീഡിങ്സിൻ്റെ ആധികാരിക ഗ്രന്ഥമാണ്. അപ്പോൾ ഈ സ്പീക്കർമാരുടെ റൂളിംഗ് ഉണ്ടായിരിക്കുന്നത് പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ ഒക്കെയുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സംഭവത്തിൽ ഒരു ഗവൺമെൻറ് ഒരു കാര്യം വയലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഷാക്ദർ ആൻഡ് കൗൾ കോട്ട് ചെയ്യാം. കാരണം പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്സിൽ പാർലമെൻറ്റിലൊരു ഈ സമാനമായൊരു വിഷയം നടന്നപ്പോൾ എങ്ങനെയാണ് റൂളിംഗ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്യുക. അപ്പോൾ ഷാക്ദർ ആൻഡ് കൗൾ കോട്ട് ചെയ്യും. അതുപോലെ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട് ഐവർ ജെന്നിങ്സ്, ദ ക്യാബിനറ്റ്, ദ പാർലമെൻറ്റ്, 2 ബുക്കാണ്. അപ്പോൾ ഐവർ ജെന്നിങ്സിനെ കണക്കാക്കുന്നത് ഈ പാർലമെൻ്ററി ഡെമോക്രസിയുടെ അവസാന വാക്കായിട്ടാണ്. അക്കാഡമീഷ്യൻ അതിൽ എഴുതിയേക്കുന്ന ബുക്കാണ്. ഒരു ക്യാബിനറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, ഈ ഡെമോക്രസിയിൽ പാർലമെൻറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പണ്ട് ഉണ്ടായ സമയത്ത് ഐവർ ജെന്നിങ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്യാം. വളരെ അപൂർവ ആളുകളൊക്കെ ചെയ്യുള്ളൂ, അത് വായിച്ചാലേ ചെയ്യുള്ളൂ. പണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോനൊക്കെ പഴയ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഈ ഐവർ ജെന്നിങ്സിനെയൊക്കെ കോട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴും ചിലർ കോട്ട് ചെയ്യും, ഷാക്ദർ ആൻഡ് കൗളിനൊക്കെ കോട്ട് ചെയ്യും. അത് ഇതാണ്, ഈ പ്രീസിഡൻസാണ്. പാർലമെൻറ്റിൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ, പ്രിവി കൗൺസിലിൽ, പിന്നെ കൊച്ചി രാജ്യത്തെ പ്രജാമണ്ഡലത്തിൽ, തിരുക്കൊച്ചി നിയമസഭയിൽ, നമ്മൾ ഈ കേരള നിയമസഭ ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള
അപ്പോൾ അവിടെയൊക്കെ നടന്നേക്കുന്ന പ്രൊസീഡിങ്സ് നമുക്ക് കോട്ട് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ കോടതിയിൽ വാദിക്കുന്നത് പോലെ ഉള്ളൊരു ആർഗ്യുമെൻ്റാണ് ഈ പ്രൊസീജിയറിനെ സംബന്ധിച്ചുള്ളത്. എങ്ങനെയായിരിക്കണം പ്രൊസീജിയർ, അതൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം ഹൗസ് കണ്ടാൽ അതൊക്കെ മനസ്സിലാവും, കുറച്ചുകൂടി മനസ്സിലാകുക. അതിങ്ങനെ ജനറലായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ. ബാക്കിയൊക്കെ ഇവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവർ തന്നെ നമ്മുടെ എല്ലാവരും പറഞ്ഞു തരും. ഇതൊരു ഒരു ഒരു നല്ല പാഷനേറ്റായിട്ട് പഠിക്കണം. വെറുതെ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, അത് ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആങ്സൈറ്റി ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെ ഇതുകൂടി നമുക്കൊരു ഇത് വേണം. ഇതെന്താണ് സംഭവം, ഇവിടെ എന്താ നടക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആരെയും കളിയാക്കി പറഞ്ഞല്ല, ചിലപ്പോൾ ചില MLA മാരോട് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ എന്താണ് ഈ അസംബ്ലിയിൽ നടക്കുന്നത്, എന്താണ് പാർലമെൻറ്റിൽ നടക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തന്ന പോലെ ബാക്കി കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, എനിക്കറിയില്ല, ബുദ്ധിമുട്ട് തോന്നിയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാണ്. അതേപോലെ സിമ്പിളായിട്ട് ഇത് വേണമെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലും പറഞ്ഞുതരാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇതൊരു എപ്പോഴും നമ്മൾ ലോ ഗ്രാജുവേറ്റ് ആകുന്ന ആളിൽ നമ്മളെപ്പോഴും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിലാണ് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണ് എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്താണ്, ഇതൊക്കെ ഒരു ധാരണ വന്നാൽ പിന്നെ നമ്മൾ വക്കീലായാലും പ്രൊഫഷണലായാലും ഏത് തലത്തിൽ പോയാലും നമ്മുടെ മനസ്സിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിൽ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, അല്ലാതെ നമ്മൾ സംസാരിക്കുകയില്ല, വർത്തമാനം പറയുകയില്ല. അത് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും ഇല്ലാത്തതാണ്. എല്ലാ ലോയേഴ്സിനും ഇല്ല, എല്ലാ ലെജിസ്ലേച്ചേഴ്സിനും ഇല്ല, എല്ലാ അക്കാഡമിഷ്യൻസിനും ഇല്ല. അതുണ്ടാകണം. അതുണ്ടായാൽ ഓക്കെയാണ്. അതനുസരിച്ച് നമ്മൾ ആ ട്രാക്ക് അതാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചോ. നിയമസഭയിലെ ഒരു വകുപ്പുകൾക്ക് കൊടുക്കേണ്ട പൈസ ആദ്യം ഒരു MLA മാരുടെ കമ്മിറ്റി കൂടിയിട്ട് അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചല്ലേ ഗവൺമെൻറ് കൊടുക്കുന്നത്? അല്ല, ആദ്യം ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യും. ഗവൺമെൻറ് അതാത് വകുപ്പിൽ നിന്നാണ് അവരെ അസസ് ചെയ്ത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആരോഗ്യ വകുപ്പിന് 1000 കോടി കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം 10% കൂടി വർദ്ധിപ്പിച്ച് 1100 കോടിയാണ്. ഈ 1100 കോടി രൂപ ഏതെല്ലാം ഹെഡിലാണ് ചിലവാക്കാൻ പോണത് എന്ന് അങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിമാൻഡ് തയ്യാറാക്കി, ആ മന്ത്രിയാണ് ആ ഡിമാൻഡ് അവതരിപ്പിക്കുന്നത്. ആ ഡിമാൻഡ് അവതരിപ്പിച്ചതിന് ശേഷം അത് സബ്ജക്റ്റ് കമ്മിറ്റിയിലേക്ക് പോകും. അപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി MLA മാരുടെ കമ്മിറ്റിയാണ്, മന്ത്രി ചെയർമാനാണ് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ. ആ കമ്മിറ്റിയിൽ നമ്മൾ സ്ക്രൂട്ടിനി നടത്തും. ഇത് എന്തൊക്കെയാണ് നമ്മൾ ചർച്ച നടത്തും. അപ്പോൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയും ഇത്രയും പൈസ പോരാ, കുറച്ചുകൂടി പൈസ വയ്ക്കണം. നമ്മൾ അപ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ വേണ്ടി ഡിമാൻഡ് ചെയ്യും കുറച്ചുകൂടി പൈസ. വയ്ക്കലൊന്നും നടക്കില്ല, അറിയാലോ ആകെ സാമ്പത്തിക സിറ്റുവേഷൻ. പക്ഷേ ഫോർമാലിറ്റി അതാണ്, കൂടുതൽ പൈസ ആവശ്യപ്പെടാം. ചിലപ്പോൾ അനുവദിക്കും, ചിലപ്പോൾ അനുവദിക്കില്ല. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. സബ്ജക്ട് കമ്മിറ്റിയുടെ തീരുമാനം ഫൈനലൊന്നുമല്ല. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ, അബ്സല്യൂട്ടല്ല. അവരൊരു തീരുമാനം എടുത്താൽ അതല്ല. കാരണം ഇപ്പോൾ നമ്മൾ പറയുകയാണ് 1100 കോടി പോരാ, 2000 കോടി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാശ് വേണ്ടേ. നമുക്ക് വേണേൽ പറയാം 2000 കോടി ആക്കണം എന്ന് പറയാം, കാര്യമില്ല. 2006 ആ ഒരു കാലഘട്ടത്തിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രി ലോട്ടറി എണ്ണത്തിൽ കയറിയപ്പോൾ ആ സമയത്ത് സാർ നടത്തിയൊരു പോരാട്ടം ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ശരിയാണ്. അത് 3-4 കൊല്ലമായിട്ട്, അന്നത്തെ അതിന് മുമ്പ് 2010 ഞാനിത് കൊണ്ടുവന്നത്. ഒരു 3-4 കൊല്ലമായിട്ട് അതർ സ്റ്റേറ്റ് ലോട്ടറി ഉണ്ടായിരുന്നു കേരളത്തിൽ, തട്ടിപ്പായിരുന്നു. ഇവരിങ്ങനെ വന്ന് ഒരു വർഷം 20,000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആളുകൾ ഇത് ഭയങ്കര അഡിക്ഷൻ വന്നു, ഭയങ്കര ആത്മഹത്യകളായി. ആളുകൾ സ്വത്തൊക്കെ വിറ്റിട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങി. വെച്ചാൽ നമ്മൾ 50 രൂപയുടെ 100 രൂപയുടെ ലോട്ടറി അല്ല എടുക്കുന്നത്, 2000 രൂപയുടെ 3000 രൂപയുടെ ഓരോ ദിവസം ഇങ്ങനെ എടുത്തെടുത്ത് ഒരു വല്ലാത്ത രീതിയായി. അപ്പോൾ ഗവൺമെൻറ് അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും, ടാക്സ് കിട്ടുമല്ലോ, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് നഷ്ടമാണ്, സ്റ്റേറ്റിന്. അത് ഇത്രയും പൈസ പുറത്ത് ഇവരുടെ ഈ ബമ്പറുടെ ലോട്ടറിയൊക്കെ അടിക്കുന്ന അവർ വീട്ടുകാർക്ക് തന്നെയാണ്.
ലോട്ടറി എടുക്കുന്നതിലും ഒരു ട്രാൻസ്പെറൻസി ഇല്ല, തട്ടിപ്പായിരുന്നു, വെറും ഇതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇത് വന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇവർ ലോട്ടറി അനുവദിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ അന്ന് ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഞാൻ ഈ ലോട്ടറി വിഷയം എപ്പോഴും കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട്, ഇതിങ്ങനെ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വലിയ ബോംബാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്, ഇത് ഒരു അഴിമതി ആരോപണമായിട്ട് ഉന്നയിക്കാൻ പറഞ്ഞു ഗവൺമെൻറ്റിനെതിരായിട്ട്. കാരണം ഗവൺമെൻറ് ഇവരിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ അലിഗേഷൻ. അങ്ങനെയുള്ള 2.5 കോടി രൂപ ദേശാഭിമാനിക്ക് ബോണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള കേസൊക്കെ ഉണ്ട്. ഗവൺമെൻറ് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസക്കാണ് ധനകാര്യമന്ത്രി. അങ്ങനെ ഞാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, ഹൗസിൽ വലിയ ചർച്ച നടക്കുന്നു, പുറത്ത് ചർച്ച നടക്കുന്നു, ഭയങ്കര ചർച്ച നടത്തി ഇതിങ്ങനെ പീക്കിലാവുന്നു. ആയ സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു സംവാദത്തിൽ, ഡിബേറ്റിൽ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നു വെല്ലുവിളി. എന്നിട്ട് പറഞ്ഞ് എന്നെ അയക്കാമെന്ന് പറഞ്ഞു പബ്ലിക് ഡിബേറ്റിൽ. അപ്പോൾ പുള്ളി പറയും MLA ആണെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അയക്കാമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡ്രൈവറെ അയക്കാമെന്നല്ലേ തിരിച്ച് മറുപടി പറയണ്ടേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞത്, ഞാൻ തയ്യാറാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഡിബേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഗവൺമെൻറ് പെട്ടുപോയി. അപ്പോൾ അന്ന് ആ ഡിബേറ്റ് വെച്ചു, ഇവിടെ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഡിബേറ്റ് വെച്ചു വൈകുന്നേരം 4 മണിക്ക്. ഞാനും അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ മീതെ പ്രഷറുണ്ടായി. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഒരു പ്രൈവറ്റ് സെക്രട്ടറി അയച്ച ഗവൺമെൻറ്റല്ലേ നാണക്കേട്, 10-20 മന്ത്രിമാരും 100 MLA-മാരും ഉള്ളതല്ലേ. സാർ അന്ന് രാവിലെ മന്ത്രി തന്നെ വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും തോമസ് ഐസക്കും തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നു. ഡിബേറ്റ് ഈസ് ഓൺ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഒരു 1.5 മണിക്കൂർ ഡിബേറ്റ് നടന്നു ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലും ഇന്ത്യയിലും അങ്ങനത്തെ ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല. ഒരു മിനിസ്റ്ററും ഒരു ഒപ്പോസിഷനിലുള്ള ഒരു MLA-യും തമ്മിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ഓപ്പൺ ഡിബേറ്റ് ഹൗസിൽ നടന്നിട്ടുണ്ട്. ഇത് ഹൗസിന് പുറത്തുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റാണ്. പിന്നീട് നടന്നിട്ടില്ല, അതിന് മുമ്പ് നടന്നിട്ടില്ല. അപ്പോഴേക്കും അത് ഫോക്കസിൽ വന്നു ഇഷ്യൂ. പിന്നെ ഗവൺമെൻറ് വാസ് ഫോഴ്സ് ടു ക്യാൻസൽ ഓൾ ദ ലോട്ടറീസ്, ഔട്ട്സൈഡ് ലോട്ടറീസ്. ഗവൺമെൻറ് ഈ ലോട്ടറി കംപ്ലീറ്റ് എല്ലാവരും റദ്ദ് ചെയ്തു. ഇപ്പോൾ ആ ലോട്ടറി ഇല്ല. അപ്പോൾ കേരള ലോട്ടറി അന്ന് വെറും 300 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കേരള ലോട്ടറി തകർന്നു പോയി, ഈ ലോട്ടറി ആയിരുന്നു ചെയ്തത്. അത് പോയതിന് അപ്പോൾ വലിയ ഇത് വന്നിരുന്നു. കേരളത്തിൽ 2-3 ലക്ഷം പേര് ലോട്ടറി ഏജൻറ്റുമാരുണ്ട്, ഇവരൊക്കെ പട്ടിണിയായി പോകും. അപ്പം ഞാൻ പറഞ്ഞത് അതല്ല, കേരള ലോട്ടറി വളരും, ഇവരാരും ജോലി പോവില്ല. ഇത് കേരളത്തിന് നഷ്ടമാണ്. 80,000 കോടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇക്കോണമി തകർന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അഡിക്ഷനിൽ നിന്ന് പോയി ലോട്ടറി സാധാരണയായി. കേരള ലോട്ടറി 300 കോടി എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു 15,000 കോടിയെങ്കിലും ഉണ്ടാവും, അതിലേക്ക് വളർന്നു. അപ്പം അത് എപ്പോഴും കണക്കാക്കപ്പെടേണ്ടത് ഒരു പൊളിറ്റിക്സ്, ഡെമോക്രസി എന്ന് പറയുന്നത് ഡിബേറ്റ് ആൻഡ് ഡിസ്കോസ്. പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ വെറും രാഷ്ട്രീയ പ്രസംഗമല്ല, ഒരു സബ്ജക്റ്റിൽ നടക്കുന്ന ആ സബ്ജക്റ്റിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റിനെ കുറിച്ച് നടക്കുന്ന ഡിബേറ്റാണ്, ഡിസ്കോസാണ്. ആൻഡ് ദർ ഷുഡ് ബി ആൻ ഔട്ട്കം. അതിനൊരു ഈ ഡിബേറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ഔട്ട്കം ഉണ്ടാവണം. ഈ ഒരു സബ്ജക്റ്റിൽ ഒരു പൊളിറ്റിക്സിൽ കേരള രാഷ്ട്രീയത്തിൽ നടന്ന ഏറ്റവും നല്ല ഒരു ഡിബേറ്റും ആ ഡിബേറ്റിലൂടെ ഒരു ഔട്ട്കം ഉണ്ടായി. ഔട്ട്കം ഇവർ പുറത്തുപോയി, ഈ ഷെയ്ഡി ആളുകൾ മുഴുവൻ പുറത്തുപോയി. കേരള ലോട്ടറി ഇമ്പ്രൂവ് ചെയ്ത്. പലപ്പോഴും അങ്ങനെയല്ല നടക്കുന്നത്. രാഷ്ട്രീയം മാത്രം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അണവണ പറഞ്ഞ് പോവുകയാണ്. പക്ഷേ ഇതിന് ഡെമോക്രസിയിലെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവാനും ആളുകൾ പൊളിറ്റിക്കലാവാനും അപ്പൊളിറ്റിക്കലാകാതിരിക്കാനും ഡെമോക്രസി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ആളുകൾക്ക് ഉണ്ടാവണം എന്നുള്ള തോന്നൽ വരും ഈ ഡിബേറ്റാണ്. പിന്നെ ഹൗസിൽ ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ വീൽ ചെയറിൽ നടക്കുന്ന ആളുകൾ, അത് ഭയങ്കര പ്രിവിലേജാണ്. അവർ പോകുന്ന സ്ഥലത്ത് റാമ്പ് ഉണ്ടാവും, ഗവൺമെൻറ് ഓഫീസുകളിൽ അവർക്ക് സ്പെഷ്യൽ ടോയ്ലറ്റ് ഉണ്ടാവും, സ്പെഷ്യൽ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും, ഒരു വണ്ടി കയറിയതുണ്ട്. ഇവിടെ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ 2007 ഞാൻ പറഞ്ഞു കേരളത്തിലെ ബിൽഡിംഗ് റൂൾസിൽ അമെൻഡ് ചെയ്യണം. ബിൽഡിംഗ് റൂൾസിൽ അമെൻമെൻറ്റ് നടത്തിയിട്ട് ഇവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് വലിയ ചർച്ചയായി.
എന്നിട്ട് അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ചീഫ് ടൗൺ പ്ലാനർ ഈ ബിൽഡിംഗ് റൂൾസിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഇപ്പം നിങ്ങൾ ഒരു കേരളത്തിൽ ഏത് കെട്ടിടം പണിതാലും അവിടെ റാമ്പ് ഉണ്ടാവും. സ്കൂൾ കെട്ടിടം പണിയുമ്പോൾ നോക്കിക്കോ, കോളേജിലെ കെട്ടിടം പണിയുമ്പോൾ നോക്കിക്കോ, റാമ്പ് ഉണ്ടാവും, സ്പെഷ്യൽ ടോയ്ലറ്റ് ഉണ്ടാവും. പുതിയ ഇത്രയും കപ്പാസിറ്റി ഉള്ള ബിൽഡിംഗ് പണിതാൽ ടോയ്ലറ്റ് ഉണ്ടാവും, പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. അതുണ്ടായത് അങ്ങനെയാണ്. ഇല്ലേ പണ്ട് കളക്ട്രേറ്റിൽ കയറാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റ് പോലും കയറാൻ പറ്റില്ല ഒരു വീൽ ചെയറായിട്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പുതിയ ബിൽഡിങ്ങിലും അനുമതി കൊടുക്കണമെങ്കിൽ ഇത് വേണം. പിന്നെ ഞാനൊരു ഇത് പറയുന്നതാണ്. ഒരിക്കൽ ഞാൻ ഡർബാ ഹാൾ ഗ്രൗണ്ടിൽ കൂടി നടക്കുമ്പോൾ ഈ പെറുക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഡിസ്പോസിബിൾ സിറിഞ്ച് ഇങ്ങനെ പറക്കിയെടുക്കുക, IV ട്യൂബൊക്കെ. അപ്പോൾ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. ഒറ്റ പ്രാവശ്യം ഇഞ്ചെക്ട് ചെയ്ത് കളയുന്നതാണ്, വീണ്ടും അത് വെച്ച് ഇഞ്ചെക്ട് ചെയ്ത ഹെപ്പറ്റൈറ്റിസ് B വരും. അപ്പോൾ എൻ്റെ ധാരണ ഇത് ആശുപത്രികളിലൊക്കെ ഇത് പൊടിച്ച് കളയുന്ന, ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊടിച്ച് കളയുന്ന ഇൻസിനറേറ്റർ ഉണ്ടാകും. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർ വാഷ് ചെയ്ത് വീണ്ടും മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വരും. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെ യൂട്ടറസ് റിമൂവ് ചെയ്താലും പബ്ലിക് സ്പേസിലേക്കാണ് വന്നത്. ഒരാളുടെ കാല് ആംബുട്ടേറ്റ് ചെയ്താലും കാലുകൊണ്ടാണ് പുറത്താണ് ഇടുന്നത്. അപ്പോൾ ബയോളജിക്കൽ വേസ്റ്റ് പോലും സംസ്കരിക്കാനുള്ള ഒരു സംഭവമില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇതിനെന്തെങ്കിലും റൂള് രാജ്യത്തുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂള് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി, കേരളത്തിൽ അത് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്ന്, അത് 2005 2003 MLA ഉടനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇത് കാരണം അത്രയും വലിയ ഇതല്ലേ, വലിയ കലാമിറ്റി ഉണ്ടാവില്ലേ, ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് പൊതു സ്ഥലത്ത് ഇടുമല്ലേ. അങ്ങനെയാണ് കേരളത്തിൽ എല്ലാ ആശുപത്രികളിലും കമ്പൽസറാക്കി ഈ ഡിസ്പോസബിൾ സിറിഞ്ചൊക്കെ, ഡിസ്പോസബിൾ IV ട്യൂബൊക്കെ എല്ലാ ആശുപത്രിയും ഇൻസിനറേറ്റർ വെക്കണമെന്ന് കമ്പൽസറിയാക്കി. എല്ലാ ആശുപത്രികളിലെയും ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു പ്രത്യേക ബാഗിലാക്കണം. ആ ബാഗ് IMA അത് കളക്ട് ചെയ്തിട്ട് പാലക്കാട് ഒരു സ്ഥലമുണ്ട് ഇത് സംസ്കരിക്കാൻ, കാടിൻ്റെ നടുവിലാണ്, സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഇപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ ഇല്ലെങ്കിൽ ഇപ്പോഴും റോട്ടിൽ കിടന്നേരം. അപ്പോൾ ഏത് MLAക്കും, ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് കേസുണ്ട് ഇതുപോലെ, ഏത് MLAക്കും ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഫോക്കസിൽ കൊണ്ടുവന്നു. ചിലപ്പോൾ തീരുമാനം ഉണ്ടാകും, ചിലപ്പോൾ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം എടുക്കാം. ഹൗസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി എന്തെങ്കിലും ഇവിടെ ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, നോക്കണേ. കുറേ സമയം കളഞ്ഞല്ലോ എന്ന് റിയലൈസ് ചെയ്യുകയോ ചെയ്തത്. കാര്യം നമ്മളൊക്കെ വായിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നെന്താണ് നമുക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുക, പഠിക്കുക, എങ്ങനെയെങ്കിലും ജോലി നേടുക, ആ ആവശ്യത്തിന് നമ്മൾ പഠിക്കും, കുറേ വായിക്കും, അത്രയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജോലി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് തിരക്കാണ് എന്നൊരു തോന്നലിൽ നമ്മളിങ്ങനെ മാറി പലതും ശ്രദ്ധിക്കുന്നില്ല. അതേസമയം ഇവിടെ വന്ന് ഈ ഓഫീസിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ, സാറിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയപ്പോൾ, ഇത്രയും തിരക്കുള്ള ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഈ തിരക്കുകൾക്കിടയിലും തൻ്റെ വായനയ്ക്കും തൻ്റേതായ നിരീക്ഷണങ്ങൾക്കും കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയും ആ അനുഭവ സമ്പത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ സഭയെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ, 1-2 എക്സാമ്പിൾ സാറ് പറഞ്ഞു. നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത 8 ദിവസങ്ങളിൽ